നമുക്കുമുണ്ടാകും നമ്മളെ എരികേറ്റി കുഴിയിൽ ചാടിക്കുന്ന ഒരു ഫ്രണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ആ ഫ്രണ്ടിനെ തിരിച്ചറിയുകയും അതാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പിടികിട്ടുകയും ചെയ്യും. അങ്ങനെ തനിക്ക് പറ്റിയ അക്കിടി മനസ്സിലായതോടെ ആ കലിപ്പ് നൈസായി തീർക്കുകയാണ് നടി പാർവതി തിരുവോത്ത്. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് ഒരു വേദിയിൽ സംസാരിക്കുന്നതിനിടെ കട്ട ഫ്രണ്ടായ ഗീതു മോഹൻദാസിന്റെ ഉപദേശം കേട്ടാണ് മമ്മൂട്ടി ചിത്രം കസബയെ പാർവതി പഞ്ഞിക്കിട്ടത്. എന്നാൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ താരം യഷിനെ നായകനായി കിട്ടിയപ്പോൾ ടോക്സിക് എന്ന ചിത്രത്തിൽ തന്റെ കട്ട കൂട്ടുകാരി ചെയ്തുവെച്ച അപരാധമാണ് പാർവതിയെ ചൊടിപ്പിക്കുന്നത്. ഒരു കാസിനോയിലേക്ക് കയറുന്ന നായകൻ അവിടെ ഒരു പെങ്കൊച്ചിനെ കടന്നുപിടിക്കുകയും മുഖത്ത് മദ്യം ഒഴിക്കുകയുമൊക്കെ ചെയ്യുന്നതാണ് ഗീതു സംവിധാനം ചെയ്തു വെച്ചത്. പോരാത്തതിന് ഒരു ബാർ ഗേൾ തോക്കിൻ മുനയിൽ നാവുകൊണ്ടൊഴിയുന്ന രംഗങ്ങളും മേമ്പൊടിയായി ചിത്രീകരിച്ചിട്ടുമുണ്ട്. ടോക്സിക്കിന്റെ ടീസർ ഇറങ്ങിയതോടെ പണ്ട് പാർവതി പഞ്ഞിക്കിട്ട കസബ സിനിമയുടെ സംവിധായകൻ നിതിൻ രഞ്ജിപ്പണിക്കരും വെറുതെ ഇരുന്നില്ല. സേ ഇറ്റ് എന്നു ഗിയർ കയറ്റിയ പുള്ളി സ്റ്റേറ്റ് വിട്ടതോടെ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്ന് പോസ്റ്റിടുകയും ചെയ്തു. ഗീതു മോഹൻദാസ് വാപൂട്ടിയിരുന്നെങ്കിലും പണ്ട് കസബയുടെ പേര് പറയാൻ നിർബന്ധിച്ച ഗീതു മോഹൻദാസിനെ വെറുതെ വിടാൻ പാർവതിയും ഒരുക്കമായിരുന്നില്ല. പതിയെ പഴയ ഫ്രണ്ടിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തി. കണ്ണിന്റെ രൂപം വായിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയും ഇൻസ്റ്റയിൽ തട്ടി. ബാക്കി കാര്യം സോഷ്യൽ മീഡിയ നോക്കട്ടെ എന്ന് വെച്ച് ഡൽഹിയിൽ കാറ്റുകൊള്ളുന്ന ഒരു പുതിയ പടവും അപ്ഡേറ്റ് ചെയ്തു. ഇതോടെ സ്ത്രീവിരുദ്ധതയ്ക്ക് ക്ലാസ് എടുത്ത ഗീതു മോഹൻദാസിന് ഇനി മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പായി. ഏതായാലും യഷിന്റെ ടോക്സിക് ടീസർ കൊണ്ട് പഴയ കമ്പനിക്കാരിയുടെ ടോക്സിക് റിലേഷൻഷിപ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ എന്നാണ് മമ്മൂട്ടി ഫാൻസുകാർ പറയുന്നത്. നിങ്ങളെയും ഇതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ മൂട്ടിവിട്ട് കുഴിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട.